Ma'am, welcome to Third Umpire. ജോലി കണ്ടെത്താനും PR നേടാനുമുള്ള എളുപ്പ വഴിയാണ് ജർമ്മൻ ഓപ്പർച്യൂണിറ്റി കാർഡ്. ആസ് എ മാർക്കറ്റിംഗ് മാനേജർ എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുള്ളതാണ് മലയാളികൾ ഇതിനെ കൃത്യമായി യൂട്ടിലൈസ് ചെയ്യുന്നില്ല എന്നുള്ളത്. അതിന് പ്രധാന കാരണം ഫണ്ട് കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ബ്ലോക്ക്ഡ് അക്കൗണ്ട് ആണോ ഇതിന് കാരണം? ഒരു പരിധി വരെ നമുക്ക് അത് അങ്ങനെ പറയാം. കാരണം എന്ന് പറഞ്ഞാൽ ഈ ബ്ലോക്ക്ഡ് അക്കൗണ്ട് എന്ന് പറഞ്ഞത് ഇപ്പോൾ നേരത്തെ സിജിൻ സൂചിപ്പിച്ച പോലെ ഫണ്ട് കാണിക്കാനല്ല. ഇപ്പോൾ ഓപ്പർച്യൂണിറ്റി കാർഡ് എന്ന് പറയുന്നത് ഒരു 1 ഇയറിൻ്റെ ഒരു വിസയാണല്ലോ, അത് ജോലി അന്വേഷിക്കാനുള്ള വിസയാണ്. സോ അവരവിടെ പോയി ഈ ജോലി അന്വേഷിക്കുന്ന സമയത്തൊക്കെ അവർക്ക് വേറെ ഇൻകം ഇല്ല. അപ്പോൾ അവർക്ക് അവരുടെ എക്സ്പെൻസൊക്കെ മീറ്റ് ചെയ്യണമെങ്കിൽ അവരുടെ അടുത്ത് അത്യാവശ്യം ഫണ്ട് വേണം. അപ്പോൾ ആ ഫണ്ട് കാണിക്കാനുള്ളൊരു മെത്തേഡാണ് ഈ ബ്ലോക്ക്ഡ് അക്കൗണ്ട് എന്ന് പറയുന്നത്. പക്ഷേ ജർമ്മൻ ഓപ്പർച്യൂണിറ്റി കാർഡിന് ഈ ബ്ലോക്ക്ഡ് അക്കൗണ്ട് എന്നുള്ളതാണ് മെയിൻ ഓപ്ഷൻ. അല്ലെങ്കിൽ പിന്നെ നമുക്ക് ജർമ്മനിയിലെ സ്പോൺസർ വേണം. ഈ ബ്ലോക്ക്ഡ് അക്കൗണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ലിക്വിഡ് ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യണം. വെറുതെ കാണിച്ചാൽ പോരാ, ശരിക്കും നമ്മുടെ കയ്യിലുള്ള എമൗണ്ട് നമ്മൾ അവിടെ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് അതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാണ് ചെയ്യണത്. അപ്പോൾ അതാണ് പലർക്കും ആ ഒരു സമയത്ത് ഇത്രയും ഒരു എമൗണ്ട് ഒരുമിച്ച് എന്താ പറയുക ഉണ്ടാക്കാനുള്ള ഒരു ബുദ്ധിമുട്ടാണ് പലർക്കും. ബാക്കി എല്ലാ ഫാക്ടേഴ്സും ഒത്തു വന്നാലും പലപ്പോഴും ഈ ഫണ്ടിൻ്റെ ഒരു ഇഷ്യൂ വരുമ്പോൾ അവരൊന്ന് ചിന്തിക്കണത് വേണോ വേണ്ടയോ, എന്നെക്കൊണ്ട് പറ്റുമോ എന്നുള്ളൊരു സംശയം വരുന്നത് ഈ ഒരു റീസൺ കൊണ്ടാണ്. നമ്മൾ ഈ കാണിക്കുന്ന ബ്ലോക്ക്ഡ് അക്കൗണ്ട് എന്ന് പറയുന്നത് അവർക്ക് തന്നെ യൂസ് ചെയ്യാം. നമ്മൾ ഒരിക്കലും ഇതൊരു ഗവൺമെൻറ് ഫീ ആയിട്ടോ അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടിക്കോ ഒന്നും കൊടുക്കുന്ന പൈസയല്ല. ഇവരുടെ ചെലവിന് വേണ്ടി ഇവർക്ക് തന്നെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കാണിക്കുന്ന ഒരു എമൗണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് അത് അറേഞ്ച് ചെയ്യാൻ പറ്റി ഇത് യൂസ് ചെയ്താലും ഒരിക്കലും അവർക്ക് അതുകൊണ്ട് ഒരു നഷ്ടം ഉണ്ടാവുന്നില്ല. മാത്രമല്ല, ഇപ്പോൾ ഒരാൾ അങ്ങോട്ട് ട്രാവൽ ചെയ്തു, ആദ്യം ഒരു മാസമോ 2 മാസമോ കഴിയുമ്പോൾ തന്നെ ആൾക്കൊരു ജോലി, ഒരു ഫുൾ ടൈം ജോലി കിട്ടിയെന്ന് വെക്കുക, അല്ലെങ്കിൽ ഈവൻ പാർട്ട് ടൈം ജോലി കിട്ടിയാൽ തന്നെ അത്യാവശ്യം അവരുടെ എക്സ്പെൻസ് മീറ്റ് ചെയ്യാനുള്ള പൈസ പിന്നീട് നമുക്ക് ഈ എമൗണ്ടിൽ നിന്ന് എടുക്കണ്ട. സോ ആ എമൗണ്ട് നമ്മുടെ കയ്യിൽ അത് സുരക്ഷിതമായിട്ട് ഇരിക്കും. അവർക്കത് ബാക്കിയുള്ള തിരിച്ച് വേണമെങ്കിൽ നാട്ടിലേക്ക് അയക്കുക, അല്ലെങ്കിൽ അവർക്കുള്ള ബാക്കിയുള്ള കാര്യങ്ങൾക്ക് യൂസ് ചെയ്യുക, എന്ത് വേണമെങ്കിൽ ചെയ്യാം. ഇതിൻ്റെ ശരിയായിട്ടുള്ളൊരു ഡീറ്റെയിൽസ് കറക്റ്റായിട്ട് ഇത് എന്താണ്, ഇത് എന്തിനു യൂസ് ചെയ്യുന്നതാണ്, അങ്ങനെയുള്ളൊരു ക്ലിയർ ഐഡിയ ആളുകൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ കുറേയൊക്കെ അവർക്ക് ഈ ഒരു എന്താ പറയുക എന്തെങ്കിലും തെറ്റിദ്ധാരണകൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും പേടികൾ ഉണ്ടെങ്കിൽ അതൊക്കെ മാറാവുന്നതേ ഉള്ളൂ.